മഹാമാഘ മഹോത്സവത്തിലൂടെ ഒരു ചരിത്രം പുനർജനിക്കുകയാണ്. മാമ്പകം യുദ്ധമല്ലെന്നും ഇതൊരു ധാർമ്മിക സംസ്കാരോത്സവമായിരുന്നു എന്നും ലോകം തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായും നല്ലതായ പഴയതെല്ലാം ഈ ദേശത്തേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. വിദ്വത്സംഗമവും ശാസ്ത്ര ചർച്ചകളും കലാപരിപാടികളും കളരിപ്പയറ്റും അക്ഷരക്കളരിയും അങ്ങനെ എല്ലാം ഈ ഉത്സവത്തിൽ പുനർജനിക്കുന്നു. കൂടാതെ കേരളത്തിൽ നശിപ്പിച്ചു കളഞ്ഞ ആയിരക്കണക്കിന് ആലുകൾക്ക് പകരമായി ഇത്തവണ 1008 ആലിൻ തൈകൾ പുനർജനിക്കും. കേരളത്തിലെ 1008 അമ്പലങ്ങളിൽ നിന്നും ശ്രീകോവിലിൽ നിന്ന് തെളിയിച്ച ദീപവുമായി വരുന്ന സംഘങ്ങൾക്ക് മേളപ്രസാദമായി ആൽമരത്തെയാണ് നൽകിയത്. മരസേനയാണ് ആൽമരത്തൈകൾ തിരുനാവായിൽ എത്തിച്ചത്. തിരുനാവായിലേക്ക് കൊണ്ടുവരുന്ന ദീപത്തിലൂടെ സ്വന്തം ദേശത്തുള്ള ദേവതയെ തിരുനാവായിൽ എത്തിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. രഥയാത്രയിലൂടെ ഭാരതപ്പുഴയുടെ ഉത്സവസ്ഥാനത്ത് നിന്നും എത്തിച്ച പ്രഭാവമാർന്നു നിൽക്കുന്ന മഹാമേരു ഭാരതപ്പുഴയുടെ നടുവിൽ ശ്രീചക്രസ്ഥാനത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. മഹാമേരുവിന് മുന്നിൽ കത്തിച്ചു വെച്ച കെടാവിളക്കിലേക്കാണ് ദേശദേവതയെ ദീപത്തിലൂടെ ചേർക്കുന്നത്. തിരിച്ച് ദേശത്തേക്ക് മടങ്ങുന്നവർ ഇവിടെ നിന്ന് നൽകുന്ന ആൽമരവും ഭാരതപ്പുഴയിൽ നിന്നും എടുക്കുന്ന പുണ്യജലവുമായിട്ടാണ് മടങ്ങുക. ഈ അരയാൽ ദേശരക്ഷയ്ക്കായുള്ള ദേവതയ്ക്കുള്ള ഇരിപ്പിടമാണെന്ന് സങ്കല്പിച്ച് ഏറ്റവും ഉത്തമമായ സ്ഥലത്ത് നടണം. ദേവതയ്ക്കുള്ള ഇരിപ്പിടമായ ആ ആലിനുള്ള ആദിത്യ തീർത്ഥമായി നിളയിൽ നിന്നും കരുതിയ ജലമേകുക. ഈ ആൽമരം എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ ദേശത്തിന്റെയും ഐശ്വര്യത്തിന്റെ അടിസ്ഥാനമാണെന്നും സങ്കല്പിക്കുക. ഇതാണ് മാഘമഹോത്സവത്തിൽ നടന്ന ദീപപ്രയാണവും അരയാൽ പ്രതിഷ്ഠയും എന്ന പദ്ധതി. 1008 അമ്പലങ്ങൾക്കാണ് ഈ ചരിത്ര ദൗത്യം ഏറ്റെടുക്കാനുള്ള പുണ്യം ലഭിച്ചത്.